RC വളരെ ഹാപ്പി ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. ഇന്നും ആത്മവിശ്വാസം ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കട്ടെ, ഞാൻ തന്നെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉള്ള ഒരു സന്തോഷത്തിലേക്ക് രമേശ് ചെന്നിത്തലയുടെ ക്യാമ്പ് വരുന്നുണ്ടോ? രമേശ് ചെന്നിത്തല വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഹൈക്കമാൻഡ് കൈവിടില്ല എന്നുള്ള പ്രതീക്ഷയാണ് രമേശ് ചെന്നിത്തല ക്യാമ്പിനുള്ളത്. പ്രത്യേകിച്ചും KC വേണുഗോപാലും VD സതീശനും തമ്മിലുള്ള തർക്കം പരസ്യമായി തെരുവിലേക്ക് നീങ്ങിയതോടുകൂടി ആ തർക്കങ്ങളിലൊന്നും ഇടപെടാതെ ഈ ഫ്ലെക്സി യുദ്ധങ്ങളിൽ നിന്നും ഒക്കെ മാറി നിന്ന് പ്രകടനങ്ങളിൽ നിന്നും പരസ്യ പ്രതിഷേധങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പരസ്യ പ്രസ്താവനകളിൽ നിന്നും എല്ലാം വിട്ടുനിന്ന് ഒരു നയത്തിലങ്ങ് പോവുകയാണ് രമേശ് ചെന്നിത്തല. അതിനാൽ തന്നെ വലിയ ആത്മവിശ്വാസം ഇപ്പോഴും രമേശ് ചെന്നിത്തല പങ്കുവയ്ക്കുന്നുണ്ട്. ഇന്നലെയും ഇന്നുമൊക്കെയായി ക്ഷേത്ര ദർശനങ്ങളുടെ തിരക്കിലാണ് രമേശ് ചെന്നിത്തല. അപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്കും പല ആളുകൾ എത്തുന്നുണ്ട്. വിവിധ കോണുകളിൽ നിന്ന് രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്ന ആളുകളും അതോടൊപ്പം തന്നെ അടുപ്പക്കാരായിട്ടുള്ള ആളുകളുമൊക്കെ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് സ്വകാര്യ സന്ദർശനത്തിനായി എത്തുന്നു. അപ്പോൾ വീട്ടിൽ ആളുകളൊക്കെ ഉണ്ട്. രാവിലെ നമ്മൾ വീട്ടിലുണ്ടായിരുന്നു. അവിടെ എത്തുമ്പോൾ തന്നെ കുറേയധികം ആളുകളുണ്ട്. പുറത്തിറങ്ങി വന്ന് രമേശ് ചെന്നിത്തല എല്ലാവരോടും സംസാരിച്ച് വീടിനകത്തേക്ക് മടങ്ങി. ഇന്നിപ്പോൾ മറ്റു പരിപാടികൾക്കൊന്നും പോകുന്നില്ല. ഒരു പ്രഖ്യാപനം ഉണ്ടാകട്ടെ, അതിനുശേഷം ഒരു പരസ്യ പ്രതികരണം നടത്താം എന്നുള്ളതാണ് ചെന്നിത്തല പറഞ്ഞു വെക്കുന്നത്. വലിയ ആത്മവിശ്വാസം എന്തായാലും ചെന്നിത്തല ക്യാമ്പിനുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതിപ്പോൾ മറ്റ് രണ്ട് ക്യാമ്പുകളിലെ ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ അനുയായികൾ അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ ദൃശ്യങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ മുഖത്തൊരു ആശങ്കയായിരുന്നു പ്രകടമായിരുന്നതെങ്കിൽ ഈ രമേശ് ചെന്നിത്തലയുടെ പക്ഷേ അങ്ങനെയല്ല. രമേശ് ചെന്നിത്തല അന്ന് ഈ രാഹുൽ ഗാന്ധിയുമൊക്കെയായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്നൊരു ദൃശ്യമുണ്ട്. ആ ദൃശ്യത്തിൽ മുഖത്തൊട്ടും ആശങ്കയില്ലാതെ പ്രതികരിച്ചത് രമേശ് ചെന്നിത്തലയാണ്. മറ്റ് രണ്ടാളുകളുടെ മുഖത്ത് ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തല വളരെ കൂളായാണ് അന്ന് സംസാരിച്ചത്. അത് ആ പ്രതീക്ഷ എവിടെ നിന്നും കിട്ടുന്നതാണ് എന്നറിയില്ല. എന്തായാലും ഇപ്പോഴും പ്രതീക്ഷ കൈവിടാതെ രമേശ് ചെന്നിത്തല തന്നെ മുഖ്യമന്ത്രിയാകും എന്ന ഒരു ഉറച്ച പ്രതീക്ഷയിലും ആ ആത്മവിശ്വാസത്തിലും തന്നെയാണ് ആ ക്യാമ്പുള്ളത്. മറ്റു രണ്ടു കൂട്ടരുടെ കാര്യത്തിലാണെങ്കിലും മറിച്ച് ഇതുവരെയും ഒരു ആത്മവിശ്വാസ കുറവ് ഉണ്ടാകുന്നില്ല. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, KC വേണുഗോപാൽ ഉറപ്പിച്ച് ലഡു വാങ്ങി വെച്ചിരുന്ന ഒരു വിഭാഗം പ്രവർത്തകരുണ്ടായിരുന്നു. അവരുടെ മുഖത്ത് ഒരു ആത്മവിശ്വാസ കുറവ് കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇന്നലെയും ഇന്നുമായി ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഉണ്ടാകുന്നുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം KC വേണുഗോപാൽ ഉറപ്പിച്ചാണ് അവർ മുന്നോട്ട് പോയിരുന്നതെങ്കിൽ അനൗൺസ്മെന്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഇപ്പോൾ സംഘടനാ ചുമതലയുടെ ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ ഉൾപ്പെടെയുള്ളവർ അന്ന് KPCC ഓഫീസിലുണ്ട്. സ്വാഭാവികമായും അപ്പോൾ അന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഉറപ്പിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ആ ആത്മവിശ്വാസം ഇല്ല എന്നാണ് അമൽ പറഞ്ഞത്. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ മുഖത്ത് ആത്മവിശ്വാസമുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ആ കാര്യമാണ് അമൽ പറഞ്ഞത്. രമേശ് ചെന്നിത്തല വലിയ പ്രതീക്ഷയിലാണ്. ക്ഷേത്ര ദർശനം ഉൾപ്പെടെയാണ് ഈ 2 ദിവസത്തെ പരിപാടികൾ. മറ്റു കാര്യമായ പരിപാടിയില്ല. പല പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ അവിടെ വീട്ടിലേക്ക് എത്തുന്നു. സംസ്ഥാന തലത്തിലെ ചില നേതാക്കൾ ഉൾപ്പെടെ വീട്ടിലേക്ക് എത്തിയിട്ടുമുണ്ട്. പക്ഷേ കോൺഫിഡൻസിനാണ്, വളരെ കോൺഫിഡന്റ് ആണ്. കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് ആർക്കാണ് നഷ്ടപ്പെടുക എന്നുള്ളതാണ് ഇനിയുള്ള മണിക്കൂറിൽ അറിയാൻ പോകുന്നത്. എന്തായാലും VD സതീശന്റെ വീട്ടിൽ നേതാക്കൾ രാവിലെ തന്നെ എത്തുന്നു, പ്രവർത്തകർ എത്തുന്നു. രമേശ് ചെന്നിത്തല ക്ഷേത്ര ദർശനങ്ങളുടെ തിരക്കിലാണ്. KC വേണുഗോപാൽ അതേസമയം ഡൽഹിയിലാണ് ഉള്ളത്. തീരുമാനം എന്ത് എന്നുള്ളത് എടുത്തു കഴിഞ്ഞിരിക്കുക. എനിക്ക് തോന്നുന്നു ഇനിയുള്ളത് ഖാർഗെയും രാഹുലും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ്. ആ കൂടിക്കാഴ്ചയിൽ തീരുമാനം എടുക്കലാണോ അതോ തീരുമാനം പ്രഖ്യാപിക്കൽ സംബന്ധിച്ച തീരുമാനം എടുക്കലാണോ ഉണ്ടാവുക? ഉറപ്പായും പ്രഖ്യാപനം ഇന്നുണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രതീക്ഷ മാത്രമാണ് ഇപ്പോഴുമെങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ തീരുമാനം ഇന്നുണ്ടാകും.